എങ്ങനെയാ അങ്ങനെ ഉണ്ടായത്? ഇതാ ഞാൻ പറഞ്ഞ വിധി വൈപരീത്യം. വംശത്തിനുള്ള പാപവിധി. മഹാരാജാവ് പണ്ട് മഹാരാജാവ് കുന്തിദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷം വനത്തിലേക്ക് നായാറാനായിട്ട് കുറച്ചു വർഷം സുഖമായിട്ട് വനത്തിലിങ്ങനെ താമസിക്കുക. രണ്ടുപേരും തനിച്ചായിട്ട് സുഖമായിട്ട് ഇങ്ങനെ താമസിക്കുക. പിന്നെ വേറെ ചില ദിക്കുകളിലേക്കൊക്കെയാ പോവാറ്. അത് അങ്ങനെയല്ല. സ്വത്തായിട്ട് ജീവിക്കണമെന്ന് വെച്ചാൽ വനത്തിൽ പോകണം. ആ വനത്തിൽ പോയിട്ട് ഒരു പറഞ്ഞ കുടിയിലൊക്കെ പടുത്ത് അതിൻ്റെ ഒരു സുഖമായിട്ട് ഇങ്ങനെ താമസിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് രണ്ട് മാനുകള് കണ്ടു മഹാരാജാവ്. രണ്ട് മാനുകള് ഇണ കൂടുന്നതായിട്ട് കണ്ടു. ആ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ആ മാനിനെ വിഗ്രഹിക്കാനായിട്ട് ഒരു അസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അസ്ത്രം കൊണ്ട് പെൺമാൻ ചുറ്റിക്കൂടി. പെൺമാൻ ചുറ്റിക്കൂടിയപ്പോൾ ആൺമാൻ രൂപം മാറി. ഒരു മഹർഷീശ്വരൻ മാനിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ധർമ്മപതിയായിട്ട് പീഡിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രയോഗം ഉണ്ടായത്. ആ മഹർഷീശ്വരൻ ശപിച്ചു നിന്റെ അച്ഛനെ. അല്ലെ മഹാരാജാവ് അങ്ങ് കാമാവേശത്തോടുകൂടി എപ്പോൾ ഒരു സ്ത്രീയെ തൊടുന്നു അപ്പോൾ തല പൊട്ടി നിഗ്രഹിക്കട്ടെ. ചോളകന്മാരായിട്ട് നിങ്ങളുണ്ടാവേ. നിങ്ങൾ 5 പേരെയും ഞാൻ അറിയണു. ഈ പാണ്ഡവന്റെ പുത്രന്മാരായിരിക്കുന്ന 5 പേര് ഇങ്ങനെ ശാപം കിട്ടിയപ്പോൾ ആഗ്രഹിയുണ്ട്. വളരെ ക്ഷേമിച്ചൂലോ. ഇങ്ങനൊരു വിധി വന്നല്ലോ എന്ന് വിചാരിച്ച് വനത്തിലെങ്ങനെ കഴിയാം. ഒരു ത്രികർമ്മം ചെയ്യാനൊരു പുത്രനില്ലല്ലോ, ത്രികർമ്മം ചെയ്യാനൊരു പുത്രനില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി പറഞ്ഞു, അല്ലേ അവിടുന്ന് യാതൊരു നല്ലതും വയ്ക്കണ്ട. എന്താ ഞാൻ പുത്രനെ തരാൻ കഴിയാം. അതെങ്ങനെ കുട്ടി, എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയല്ല അവിടുന്ന് എന്റെ ഈ ഉപായം ഇവരെ ഞാൻ അങ്ങേക്ക് പുത്രനെ തരാം. അപ്പൊ